ഹലോ എവ്രി വൺ. സോ ഇന്ന് നിങ്ങൾ ഏരീസ് സൺ മൂൺ റൈസിങ്ങിലുള്ള ഒരാൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഏരീസ് ആണ് നിങ്ങളുടെ സൺ സൈൻ മൂൺ സൈൻ ഓർ റൈസിങ് സൈൻ എങ്കിൽ ഈ ജൂലൈ മന്തിൽ നിങ്ങളുടെ ലവ് മെസ്സേജ് എന്താണെന്ന് നമുക്ക് ക്വിക്കായിട്ടൊന്ന് നോക്കാം. ഓക്കെ ഏരീസ്, സോ നിങ്ങൾക്കുള്ള മെയിൻ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് നിങ്ങളോട് കുറച്ച് പേരോടേക്ക് പറയാനുള്ളത്, ഈ പഴയ എക്സും പഴയ ക്രഷും പഴയ കണക്ഷൻസിന് എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഉടനെ തന്നെ വിട്ടുകളയണം. ഓക്കെ, എന്നിട്ട് ഫ്യൂച്ചറിലേക്ക് കുറച്ചും കൂടെ നോക്കുക. ഫ്യൂച്ചറിലേക്ക് ഒരു പുതിയ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഫ്യൂച്ചറിലേക്ക് കുറച്ചും കൂടെ ലവിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് ബിലീഫ് ഉണ്ട്, അത് നടക്കില്ല ഇത് നടക്കില്ല എന്നുള്ളത്, അതൊക്കെ കളഞ്ഞിട്ട് ഫ്യൂച്ചറിലേക്ക് ലവിനെ കുറിച്ച് നിങ്ങളൊരു കുറച്ചും കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരാൾ വരുന്നുണ്ട്, ഡെഫിനറ്റ്ലി ഈ വരുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിച്ചിരി സ്ലോ മോഷൻ ആണ്. അതായത് ഈ വരുന്ന രണ്ട് രീതിയിൽ വരാം. ഒന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ ബ്രേക്ക് ആയിട്ട് ഇരിക്കുകയായിരുന്നെങ്കിൽ അയാൾ തിരിച്ചു വരുന്നതായിരിക്കും. അയാളൊരു മാപ്പൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ തിരിച്ചു വരും. അല്ലെങ്കിൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിന്നോട് ഇത്രയും സ്നേഹം ഉണ്ടെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരാളാണ് ലൈഫിലേക്ക് വരുന്ന ആൾ പതിയെ ഡിസിഷൻസ് എടുക്കുന്ന ഒരാളാണ്. ഉള്ളിൽ ഒരുപാട് സ്നേഹമൊക്കെ ഉണ്ടാവും, പക്ഷെ പുറത്തേക്ക് കാണിക്കാൻ ടൈം എടുക്കും. ഇയാളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ളിൽ എല്ലാം ഉണ്ട്. ഞാൻ സോറി പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിൽ സോറി പറഞ്ഞു, പുറത്തൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ഫീലിങ്സ് കൺഫ്യൂസ് ചെയ്യാനാണെങ്കിലും ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് പറയണം എന്നൊക്കെ ഉണ്ട്. എക്സ്പ്രസ് ചെയ്യാൻ കുറച്ച് പാടുള്ള ഒരാളായിരിക്കും വരുന്നത്. പക്ഷെ വളരെ വാം ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ഒരുപാട് ഇഷ്ടത്തോടെ വരുന്ന ഒരാളായിരിക്കും. മൂവ് ചെയ്യാൻ ഇച്ചിരി പതുക്കെ മൂവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടിയും ചെയ്യും. ഓക്കെ, ഫൈനലി നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് തന്നെ വരും. പക്ഷെ കുറച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈമിലായിരിക്കില്ല വരുന്നയാൾ മൂവ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ മന്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മന്തുകളായിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് വെൻ ഇറ്റ് കംസ് ടു ലവ് എങ്കിൽ ഈ ഒരു മന്തിൽ ഒരു പുതിയ ലൈറ്റ് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ക്ലാരിറ്റി അതിന് കിട്ടുന്നതായിരിക്കും. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ആക്കാനാണ് വളരെ ചാൻസ്. പക്ഷേ പ്രത്യേകം പറയേണ്ട ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലവിനെ കുറിച്ചുള്ള ബിലീഫ് സിസ്റ്റം കുറച്ചും കൂടെ പോസിറ്റീവ് ആക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഐ ഹാവ് ഫോർ യു ഏരീസ്.